അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ നാളെ 9ാം ക്ലാസ്സിൻ്റെ എക്സാമാണല്ലോ, മദ്രസയിലെ എക്സാമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഖുർആൻ ഹിഫ്ള് വൽ അദ്കാർ അല്ലേ, ഇതിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കുറച്ച് ഈ വർഷം നമുക്ക് റബീഉൽ അവ്വൽ മുതലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അഥവാ റബീഉൽ അവ്വൽ മുതലുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് സിലബസ് ആയിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2024 വന്ന ക്വസ്റ്റ്യൻ മുതലാണ്. ഇപ്പോൾ കിതാബായാലും ഒക്കെ 2024 ക്വസ്റ്റ്യൻ ഏകദേശമൊക്കെ നമുക്ക് റബീഉൽ അവ്വൽ മുതലുള്ള ക്വസ്റ്റ്യനാണുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുക. 2024 ക്വസ്റ്റ്യനാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2024 എല്ലാ വർഷവും നമുക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം, ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാര്യമായിട്ടുള്ളത് റബീഉൽ അവ്വൽ മുതലുള്ളതിൽ സജദ, മുനാഫിഖൂന്, സൂറത്തുൽ ലൈൽ, സൂറത്തുൽ ബലദ്, അതുപോലെ തന്നെ സൂറത്ത് യാസീൻ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ സജദ എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. സജദ നമുക്ക് 30 ആയത്താണ്, 30 ആയത്ത് വരെയാണ് വരുന്നത്. അപ്പോൾ അതും അല്ലാത്തൊക്കെ നോക്കുക, നിങ്ങൾ അതിന് പുറമെയുള്ള ആയത്തുകളും നോക്കി വെക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ ലൈലുണ്ട്, സൂറത്തുൽ ബലദ് ഉണ്ട്. ഇതിൽ നിന്ന് എല്ലാത്തിനും കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ബലദ് 20 വരെയുള്ള ആയത്തുകളിൽ നിന്നാണ് ചോദ്യം ഉള്ളത്. അപ്പോൾ ജുമാ അല്ല, മുനാഫിഖൂന്, സജദ, പിന്നെ സൂറത്തുൽ ബലദ്, പിന്നെ യാസീൻ, ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 2024 ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു മിനിറ്റ്, 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 2004 ഒരു മിനിറ്റ്, ഓക്കെ, 2004 നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ സജദയിൽ തത്തജാഫ ജുനൂബുഹും എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. ഈ തത്തജാഫ ജുനൂബുഹും ഏറ്റവും പ്രധാനപ്പെട്ട, വരാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യനായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം 2022, 2023, 2024 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് തത്തജാഫ ജുനൂബുഹും എന്നുള്ളത്. ആ ഭാഗം 17ാമത്തെ സൂറത്ത് സജദയിലെ 17ാമത്തെ ആയത്താണ് തത്തജാഫ ജുനൂബുഹും എന്ന് പറയുന്ന ആയത്ത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അലം നജ്അൽ ലഹു ഐനൈൻ എന്ന് പറയുന്ന ഭാഗം, അത് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അത് ബലദിലാണ്, സൂറത്തുൽ ബലദ് എന്ന് വന്നിട്ടുണ്ട്. പക്ഷേ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നില്ല. നമ്മൾ അതും നോക്കാം. ഇത് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലും തത്തജാഫ ജുനൂബുഹും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇത് തത്തജാഫ ജുനൂബുഹും എന്ന് പറയുന്ന ആയത്ത് അതിൽ വന്നിട്ടുണ്ട്, സൂറത്തു സജദയിലെ ആയത്ത്. പിന്നെ സൂറത്തുൽ ബലദ് എന്ന് ഇതിൽ അലം നജ്അൽ ലഹു ഐനൈൻ എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, അതുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളതൊന്നും ഈ സൂറത്തുൽ അഅല, അതുപോലെ തന്നെ ബാക്കിയുള്ള മുൽക്കൊന്നും നമുക്ക് പരീക്ഷയ്ക്കില്ല. അതുകൊണ്ടാണ് ഈ 2022, 2023 ക്വസ്റ്റ്യൻ ഫുൾ ആവർത്തനമാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരുപാട് ആയത്തുകൾ ആവർത്തനമുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ആയത്ത് മാത്രം നോക്കല്ല, അതും അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആയത്തുകൾ കൃത്യമായിട്ട് നോക്കുക. സൂറത്ത് എന്തായാലും പഠിക്കണം, അതിന് പുറമെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ആ കാര്യങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നാണ് അധികവും ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇപ്പോൾ സ്കൂളാണെങ്കിലും നമ്മുടെ സ്കൂളിലൊക്കെ ക്വസ്റ്റ്യൻ ഇടുന്ന
ക്വസ്റ്റ്യൻ കാണുന്നതും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതുമാണ്. അതുപോലെ തന്നെ മദ്രസയിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തു നിന്നാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി 2023 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 2023 ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് സൂറത്തുൽ ബലദ് എന്ന് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്ഥാനത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 2022 മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, 2023 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ, ഒരു മാറ്റമില്ല. അതേപോലെ തന്നെ 2022 സബ്യസ്മ വന്നിട്ടുണ്ട്, അതേപോലെ 2023. പക്ഷേ 2024 സബ്യസ്മ ഉണ്ടാവില്ല, കാരണം സൂറത്തുൽ അഅല വന്നില്ല. സൂറത്തുൽ അഅല നമ്മളെ സിലബസിലില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആവർത്തിച്ച് വരാൻ സാധ്യത കൂടുതലാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ അതിലുണ്ടാവും. സൂറത്ത് യാസീൻ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് സൂറത്ത് യാസീൻ എവിടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് വന്ന് തത്ജാഫ ജുനൂബ് എന്ന് പറയുന്ന 81ാമത്തെ ആയത്തുണ്ട്. പിന്നെ സൂറത്ത് സജദയിൽ നിന്ന് വന്നത് വേറൊരു ആയത്തിൽ വഅമ്മല്ലദീന ഫസഖു എന്ന് പറയുന്ന ആയത്ത്, ഇത് വന്നിട്ടുണ്ട്. ഇതും വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതന്നെ വന്നോണമെന്നില്ല. ഈ തത്ജാഫ ജുനൂബ് നമുക്കിന്ന് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു ആയത്താണ്. ഓക്കെ, തത്ജാഫ ജുനൂബുഹും എന്ന് പറയുന്ന തുടങ്ങുന്ന ആയത്ത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. നമുക്ക് മറ്റുള്ള വിഷയങ്ങൾ വിശദമായിട്ട് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇൻഷാ അല്ലാഹ്. മറ്റുള്ള എല്ലാ വീഡിയോസും സ്കൂളത്താണെങ്കിലും സ്കൂളത്തെ എക്സാമൊക്കെ നമുക്ക് ഒന്ന് എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ചിട്ട് ചർച്ച ചെയ്യാം, മദ്രസത്തെ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.